ഒരു ദിവസം നീ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം, അവസാനിപ്പിക്കുമ്പോൾ. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പട്ടക്കാർക്കും ഇന്ന് നാം കണ്ടില്ല ശുശ്രൂഷ നൽകിയ പട്ടക്കാരും എല്ലാം ഒരിക്കൽ പട്ടക്കാരായത് അമ്മമാരുടെ അങ്ങേയറ്റ അർപ്പണബോധം. ഞങ്ങൾക്കറിയാം, അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ, അദ്ദേഹം വലിയ മനുഷ്യനായതിൽ തന്നെയും തൻ്റെ അമ്മ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, നീ വലിയൊരു ഫാം ലാൻഡ് ഓൺ ചെയ്യുന്ന മനുഷ്യനായതുകൊണ്ട് എനിക്ക് നിന്നോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ മുഴുവൻ ആഗ്രഹം നീ വേദപുസ്തകം വായിക്കുന്നത് കേൾക്കാനാണ്. മോശ ദൈവത്തോട് പലപ്പോഴും പറഞ്ഞതല്ലേ, ഐ ആം നോട്ട് പ്രിപ്പയർഡ്, ഐ ആം നോട്ട് എലിജിബിൾ, എനിക്കൊരു കഴിവുമില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. ആ മനുഷ്യനെ കുറിച്ച് നാം എന്നും ഓർക്കുന്ന ആളാണ്. മോശ ദീർഘദർശിയോട് മാത്രമാണോ? സമൂവേൽ, ഐ ആം ജസ്റ്റ് എ ചൈൽഡ്, ഒൺലി ഐ ആം എ ചൈൽഡ്, സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവാൻ നോക്കിയതാണ്. പിന്നെ നാം കാണുന്നില്ലേ എത്രയോ ആളുകൾ പൗലോസ്ലീഹ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഇത്രമാത്രം കഠിനമായ ഒരു മനുഷ്യനുണ്ടായിട്ടുണ്ടോ? അവസാനം പൗലോസ്ലീഹ പറഞ്ഞതെന്ന്, ഐ ആം നോട്ട് അഷൈംഡ് ടു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോസ്പൽ, ഒരിക്കലും ഞാൻ ഇനിയും ലജ്ജിക്കുന്നില്ല. കാരണം ജീവിതത്തിൽ മുഴുവൻ ലജ്ജിക്കുക മാത്രമായിരുന്നു ക്രിസ്തുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ. ദമസ്കോസ് എന്ന് പറയുന്ന റോഡിന്റെ നടുവിൽ അങ്ങോട്ട് പോയ മനുഷ്യൻ തിരിച്ചു വരുന്നത് അപ്പാടെ വ്യത്യസ്തനായ മനുഷ്യനായിട്ട്. വേദപുസ്തകത്തിൽ നാം കാണുന്ന ഒരുപാട് ആളുകളാണ്, ഒന്നിന്റെ പിന്നാലെ ഒന്ന് വളർന്നിട്ടുള്ള ആളുകൾ, ദൈവം തലവയിൽ വെച്ചിട്ടുള്ള ആളുകൾ വളരെ വളരെ